ടെൻസിനെ കുറിച്ച് പഠിച്ചാലോ? കുറച്ച് പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മറന്നു കളയാം. എന്താ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഏറ്റവും കൂടുതൽ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സാധാരണ ഏതൊക്കെ ടെൻസ് ആണ് ഉള്ളത്? ടെൻസിനെ കാലം എന്ന് പറയും. അതായത് 3 കാലങ്ങളാണ് ഉള്ളത്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പം പ്രസൻറ്റ് ടെൻസിനെ പറയുന്ന വർത്തമാനകാലം എന്ന് പറയും. അപ്പം നിലവിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അത് വർത്തമാനകാലമാണ്. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ കാലം, അതായത് ഭൂതകാലം എന്ന് പറയും. ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം, വരാൻ പോകുന്ന കാലം, ഇനി എന്താണ് നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കാലത്തെക്കുറിച്ചുള്ള സംഭവമാണ് ഫ്യൂച്ചർ ടെൻസ് പറയുന്നത്. ഇവയെല്ലാം തന്നെ 4 വകഭേദങ്ങളിലായിട്ടുണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസ് 4 വകഭേദമുണ്ട്. അതായത് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പൊതുവായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ജനറൽ ആക്ഷൻസ് എന്ന് പറയും. നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും പറയാൻ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഹാബിച്വൽ ആക്ഷൻസ്. അപ്പം പൊതുവായി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ജനറൽ ആക്ഷൻസ്. അപ്പോൾ ഇവ പറയാനും, അതുപോലെ ഹാബിച്വൽ ആക്ഷൻസ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് പറയാനും, അതുപോലെ ഈ ലോകത്ത് നടക്കുന്ന കുറച്ച് സത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയും. അതൊക്കെ പറയാൻ വേണ്ടിയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അതൊക്കെ പറയുന്നത്. ജനറൽ ആക്ഷൻസിനെ പൊതുവെ ഉപയോഗിക്കുന്ന പ്രവർത്തികൾ. അപ്പോൾ അതിൻ്റെ 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഐ റീഡ് ഇംഗ്ലീഷ് ഡെയിലി. ഞാൻ ദിവസവും ഇംഗ്ലീഷ് വായിക്കുന്നു. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ നമുക്ക് ഉദാഹരണം നോക്കാം. നമ്മുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങളും നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളും അവയെക്കുറിച്ച് പറയുന്നതാണ് ഹാബിച്വൽ ആക്ഷൻസ്. ഐ വേക്ക് അപ്പ് ഏർലി മോർണിംഗ്. ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നു. ഐ ഡ്രിങ്ക് ടീ ഡെയിലി. ഞാൻ ചായ കുടിക്കുന്നു എല്ലാ ദിവസവും. ഹീ റീഡ് ന്യൂസ് പേപ്പർ. അവൻ എല്ലാ ദിവസവും പത്രം വായിക്കുന്നു. അപ്പോൾ ഹീ ടേക്സ് ബാത്ത് ടൈസ് എവറി ഡേ. അവൻ എല്ലാ ദിവസവും 2 പ്രാവശ്യം കുളിക്കുന്നു. ഷീ സ്റ്റഡീസ് ഫോർ 2 hours എവറി ഡേ. അവൾ എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഹാബിച്വൽ ആക്ഷൻസ് ആണ്. യൂണിവേഴ്സൽ ട്രൂത്ത്, ഈ ലോകത്ത് നടക്കുന്ന കുറേ സത്യമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. മൺഡേ ഫോളോസ് സൺഡേ. ഞായറാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച. അപ്പോൾ ഇവയൊക്കെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയുമ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടൈം ഫ്രെയിം. ഇതാണ് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമുല. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതിനെക്കുറിച്ച്, എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു അതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി അതായിരിക്കും വെർബ്. വെർബിൻ്റെ നമ്മൾ ബേസ് ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ എസും എസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതേ പുറകെ നമുക്ക് പോകാം. പഠിക്കുക, ഇരിക്കുക, ഉണ്ണുക, ഉറങ്ങുക. ലേൺ, സിറ്റ്, ഈറ്റ്, സ്ലീപ്പ്, പ്ലേ. ഇതൊക്കെ ഇങ്ങനെയുള്ള വെർബുകൾ B1 ആണ്. വെർബിനെ 3 ഫോമാണ് ഉള്ളത്: B1, B2, B3. B2 പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു, B3 പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് പ്ലസ് B1 പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടൈം ഫ്രെയിം. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഐ ലേൺ ഇംഗ്ലീഷ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കുന്നു. ഐ സബ്ജക്റ്റ്, ലേൺ വെർബ് ബേസ് ഫോമ്, ഒബ്ജക്റ്റ് ഇംഗ്ലീഷ്, എവറി ഡേ ടൈം ഫ്രെയിം. ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത്. ഹീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഹീ സബ്ജക്റ്റ് വരുന്നു, ഗോസ് വെർബ് വരുന്നു, സ്കൂൾ ഒബ്ജക്റ്റ്, എവറി ഡേ ടൈമും വരുന്നു. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഐ ലേൺ ഇംഗ്ലീഷ് എവറി ഡേ. അവിടെ സബ്ജക്റ്റ് വരുന്നത് ഐ ആണ്, പ്ലൂറലാണ്. അതിന് വെർബ് ലേൺ ആണ്. ഇതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് ആയ ഹീ ഗോസ് ടു സ്കൂൾ എവറി ഡേ,
അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു എന്ന് പറയുകയാണെങ്കിലോ, ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഹീ ഗോസ് ടു സ്കൂൾ എവരി ഡേ, അവിടെ ഒരു ഗോയുടെ കൂടെ ഇ എസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യാസമാണ് സിംഗിളും പ്ലൂറലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഗോ വന്നത്. ഐ യു വി ദേ ഇവ പ്ലൂറലാണ്. ഒന്നിൽ കൂടുതൽ ഉള്ള കാര്യങ്ങൾ അവയൊക്കെ പ്ലൂറലാണ്. ഹീ ഷീ ഇറ്റ് എ പേഴ്സൺ ഒരു വ്യക്തി, ഇതൊക്കെ തന്നെ സിംഗുലർ ആയിരിക്കും. ഹീ ഷീ ഇറ്റ് ഒരു വ്യക്തി, അതായത് രമ, രാഘവൻ, സുമതി, അനിൽ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ വരുമ്പോൾ അതൊരു സിംഗുലർ ആയിരിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ക്രിയയ്ക്ക് മാറ്റം വരുന്നില്ല. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, ഐ ഗോ എന്ന ക്രിയ അതുപോലെ തന്നെ ഗോ എന്ന ക്രിയ തന്നെയാണ്. ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ, ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഗോസ് എന്ന് വന്നു. അഡീഷണൽ ആയിട്ട് ഒരു ഇ എസ് വന്നിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് V1 എസ് ഓർ ഇ എസ് ഉപയോഗിക്കുന്നു, പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിൻ്റെ ഫോർമുല. അടുത്ത നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഷീ സ്റ്റഡീസ് ഫോർ 2 hours എവറി ഡേ, അവൾ എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കുന്നു. ഇവിടെ ഷീ കർത്താവായിട്ട് വരുന്നു, അതായത് സബ്ജക്റ്റായി വരുന്നു. സ്റ്റഡീസ് എന്നുള്ള വെർബാണ്, അവിടെ ഒരു ഇ എസ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇ എസ് പ്രത്യേകം വന്നതാണ്. അപ്പോൾ സബ്ജക്റ്റ് ഐ ആണെങ്കിലോ, ഞാൻ എന്നാണെങ്കിലോ, ഐ സ്റ്റഡി ഫോർ 2 hours എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കുന്നു. അങ്ങനെ ആയേനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സിംഗുലർ സബ്ജക്റ്റ് നോക്കിയാൽ മാത്രം മതി. ഐ വോക്ക് അപ്പ് ഏർലി മോർണിംഗ്, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു. ഐ എന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് വോക്കപ്പ് വന്നത്. അവൻ രാവിലെ എഴുന്നേൽക്കുന്നു എന്ന് വന്നാലോ, ഹീ വോക്സ് അപ്പ് ഏർലി മോർണിംഗ്. ക്രിയയുടെ കൂടെ ഒരു എസ് കൂടെ വരുന്നു. ഇത്ര മാത്രമേ വരുന്നുള്ളൂ. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ, അവൻ പത്രം വായിക്കുന്നു. അവൻ എല്ലാ ദിവസവും പത്രം വായിക്കുന്നത് എങ്ങനെ വരുന്നത്? ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ എവറി ഡേ. ഇത് ഞാൻ പത്രം വായിക്കുന്നു എന്നാകുമ്പോഴോ, ഐ റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും പത്രം വായിക്കുന്നു. അപ്പോൾ അവിടെ നമ്മളുടെ റീഡിൻ്റെ അവിടെ റീഡ്സ് വന്നിട്ടില്ല, റീഡ് എന്നേ വന്നിട്ടുള്ളൂ. ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനൊരു ഫോർമുല ഉണ്ട്. ഡു, ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അതാണ് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. ഇത് നമ്മൾ ചോദ്യമാക്കുമ്പോഴോ, ഇതെങ്ങനെ നമ്മൾ ചോദ്യമാക്കും? വേറൊരാൾ നമ്മളോട് ചോദിക്കണം, അല്ലാതെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ചോദിക്കുന്നത്, നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ടോ? ഡു യു ഗോ ടു സ്കൂൾ? യു സബ്ജക്റ്റായി വരുന്നു, ഗോ വെർബ്, സ്കൂൾ ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറലായി വരുമ്പോൾ ഡു ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലറായിട്ട് വരുമ്പോൾ ഡസ് ഉപയോഗിക്കുക. ഡസ് ഷീ ഗോ ടു സ്കൂൾ? അവൾ സ്കൂളിൽ പോകാറുണ്ടോ? ഡസ് ഹീ ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോകാറുണ്ടോ? ഡു യു ലേൺ ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ചോദ്യമായിട്ട് വരുമ്പോൾ, പ്ലൂറൽ വരുമ്പോൾ ഡു ഉപയോഗിക്കുന്നു, സിംഗുലർ വരുമ്പോൾ ഡസ് ഉപയോഗിക്കുന്നു. ചോദ്യത്തിന് ഇ എസ് ഒ നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. ചോദ്യത്തിൽ നമ്മൾ വെർബിൽ വരുമ്പോൾ ഇ എസ് ഒ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഡൂം ഡസും ഒന്നും തന്നെ വന്നാലും ചോദ്യം ചോദിക്കുമ്പോൾ ഇ എസ് ഒ ഉപയോഗിക്കുന്നില്ല. സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ ഇ എസും വരുന്നുള്ളൂ. അത് സിംഗുലർ ആണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. അടുത്ത ഉദാഹരണം നോക്കാം. ഡസ് ഹീ ലേൺ ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? ഡസ് ഷീ ലേൺ ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? ഡു ദേ ലേൺ ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷ് പഠിക്കുന്നോ? അവർ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? ഡു യു ഗോ ടു ദി വർക്ക്? നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ? ഡസ് ഷീ ഗോ ടു ദി വർക്ക്?
അവൾ ജോലിക്ക് പോകുന്നുണ്ടോ? അപ്പോൾ ഇത്രയും നേരം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റും ചോദ്യവുമാണ് ചോദിച്ചത്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? ഡസൻറ്റ് ഹി ലേൺ ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? ഡസൻറ്റ് ഹി ലേൺ ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? ഡസൻറ്റ് ഷീ ലേൺ ഇംഗ്ലീഷ്? ഡോണ്ട് ദേ ലേൺ ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? ഡോണ്ട് ദേ ലേൺ ഇംഗ്ലീഷ്? ഡോണ്ട് യു ലേൺ ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലേ? ഇതിൻ്റെ കൂടെ ഡൂയുടെ കൂടെയും ഡെസിൻ്റെ കൂടെയും നോട്ട് ചേർത്താൽ മതി. അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസും ആകും, നെഗറ്റീവ് ആൻസർസും ആകും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് പഠിക്കുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും വീഡിയോ കാണുക, ഫ്ലുവൻസി ആകുക.